അസ്സലാമു അലൈക്കും. 6-ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 2-ാമത്തെ യൂണിറ്റ് ടെക്നോളജിയ അൽ അദ്. ടെക്നോളജി സാങ്കേതികവിദ്യ, അൽ അദ് നാളെയുടെ സാങ്കേതികവിദ്യ. ഈ യൂണിറ്റിൽ നമുക്ക് 4 പാഠഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തത് മിനൽ അംസി ഇലൽ യൗം. മിനൽ അംസി ഇന്നലെയിൽ നിന്ന്, ഇലൽ യൗം ഇന്നിലേക്ക്. രണ്ടാമത്തത് യൗമു ടെക്നോളജിയ സാങ്കേതിക വിദ്യാ ദിനം, ടെക്നോളജിയുടെ ദിനം. മിഹർജാനുൽ മഅരിഫ ക്വിസ് മത്സരം. സ്വദീഖി അൽ ഹാസൂബ് കമ്പ്യൂട്ടർ എന്ന എൻ്റെ കൂട്ടുകാരൻ. ഇങ്ങനെ 4 പാഠഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. നുലാഹിലു വനു അബ്ബിർ. നുലാഹിലു നമുക്ക് നോക്കാം, വനു അബ്ബിർ എന്നിട്ട് വിശകലനം ചെയ്യാം. നമുക്ക് നോക്കാം, വിശകലനം ചെയ്യാം. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഒരു സ്ത്രീയെ കാണാം. അവർ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വലിയ ഒരു സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആ സ്ക്രീനിൽ തിളങ്ങുന്ന ചില ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാത്ത ഒരു ഭാവിയെയാണ് ആ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും സാങ്കേതിക വിദ്യയിലൂടെ പലതരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കാത്ത പുതിയ പുതിയ കാര്യങ്ങളാണ് ഓരോ ദിവസവും ഈ സാങ്കേതിക വിദ്യകളിലൂടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തമല്ലാത്ത, ഇനിയും മുമ്പോട്ട് എന്ത് വരും എന്ന് നമുക്ക് വ്യക്തമല്ലാത്ത സാങ്കേതിക വിദ്യയുടെ ഉന്നമനത്തിലൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭാവിയെയാണ് ഈ ചിത്രത്തിലൂടെ സൂചിപ്പിക്കുന്നത്. പാഠത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ പാഠം നമുക്കൊന്ന് വായിച്ചു നോക്കാം. മിനൽ അംസി ഇലൽ യൗം ഇസ്തൈഖള തമീം മിനൻ നൗമി ബി റനീനിൽ ഹാത്തിഫ് മഅഹു സദീഖുഹു രാജു ഹുമാ ദാരിസാനി ഫി മദ്റസത്തിൻ വാഹിദത്തിൻ. രാജു: സബാഹുൽ ഖൈർ അസീസി. തമീം: സബാഹുൻ നൂർ ഹബീബി. രാജു: ഹൽ അൻത മശ്ഊൽ അൽ യൗം? തമീം: ലാ ലസ്തു ബിമശ്ഊൽ. രാജു: ഹുനാക മഅരിളു ടെക്നോളജിയ ഹല്ലാ നസുർ? തമീം: طبعا أنا مهتم في المعارض العلمية. രാജു: نخرج في الساعة 9 صباحا. തമീം: മുവാഫിഖ്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്ത് മിനൽ അംസി ഇന്നലെയിൽ നിന്ന്, അംസി ഇന്നലെ, ഇലൽ യൗം അൽ യൗം ഇന്ന്, ഇന്നിലേക്ക്, ഇന്നലെയിൽ നിന്ന് ഇന്നിലേക്ക്. ഇസ്തൈഖള ഉണർന്നു. തമീം ഉണർന്നു. മിനൻ നൗമി ഉറക്കിൽ നിന്ന്. ബി റനീനിൽ ഹാത്തിഫ് റനീൻ റിങ്ങിങ്, ഹാത്തിഫ് ഫോണിൻ്റെ റിങ് കേട്ടുകൊണ്ടാണ് നമ്മുടെ തമീം ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. മഅഹു സദീഖുഹു രാജു. മഅഹു അവൻ്റെ കൂടെയുണ്ട് എന്നാണ്. ഫോണിൽ മഅ എന്ന് പറഞ്ഞാൽ ഫോണിൽ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ. മഅഹു അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. സദീഖുഹു രാജു അവൻ്റെ കൂട്ടുകാരനായ രാജുവാണ്. അതായത് ഫോണിൽ അവനെ വിളിച്ചത് കൂട്ടുകാരൻ രാജുവാണ്. ഹുമാ അവർ രണ്ടുപേരും. ദാരിസാനി 2 വിദ്യാർത്ഥികളാണ്. ഫി മദ്റസത്തിൻ വിദ്യാലയത്തിലെ, വാഹിദത്തിൻ ഒരേ വിദ്യാലയത്തിൽ. അപ്പോൾ ഒരേ വിദ്യാലയത്തിലെ 2 സുഹൃത്തുക്കളാണ് രാജുവും തമീമും. രാജു:
അപ്പോൾ രാജു ഫോൺ പറയാണ്, സബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ് അസീസി, ഡിയർ പ്രിയപ്പെട്ടവനെ, ഗുഡ് മോർണിംഗ്. തമീം, സബാഹുൻ നൂർ, ഗുഡ് മോർണിംഗ് ഹബീബി, പ്രിയപ്പെട്ടവനെ, അതേപോലെ തന്നെ. രാജു, അപ്പോൾ രാജു ചോദിക്കുകയാണ്, ഹൽ അൻത, നീ ആണോ, അൻത നീ, ഹൽ ആണോ, നീ ആണോ, മഷ്ഊൽ ബിസി ആണോ, തിരക്കാണോ, അല്യവും ഇന്ന്, ഇന്ന് നീ എന്തെങ്കിലും തിരക്കുണ്ടോ, എന്തെങ്കിലും പരിപാടികളുണ്ടോ. തമീം, അപ്പോൾ നമ്മുടെ തമീം പറയാണ്, ലാ അല്ല, ലസ്തു ബി മഷ്ഊൽ, ലസ്തു ഞാനല്ല, ബി മഷ്ഊൽ ബിസി അല്ല, ഞാൻ ഇന്ന് തിരക്കിലല്ല. രാജു, ഹുനാക അവിടെ ഉണ്ട്, മഇരിലു ടെക്നോളജിയ, മഇരിൽ പ്രദർശനം, ടെക്നോളജിയ ടെക്നോളജിക്കൽ, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട, സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട അറിവുകളും പുതിയ കാര്യങ്ങളുമൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഷോ, അവിടെ ഒരു പ്രദർശനം അവിടെ നടക്കുന്നുണ്ട്. ഹല്ല നസുർ, നമുക്ക് പോയാലോ. അപ്പോൾ തമീം പറയാണ്, തബഅൻ തീർച്ചയായും, അന മുഹ്തമ്മുൻ, അന ഞാൻ, മുഹ്തമ്മുൻ ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുള്ളയാളാണ്, ഫിൽ മആരിളിൽ ഇൽമിയ, ഫിൽ മആരിൽ ഇത്തരം പ്രദർശനങ്ങളിൽ, അൽ ഇൽമിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അറിവ് നേടാൻ ഉപകരിക്കുന്ന ഇത്തരം പ്രദർശനങ്ങൾ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. രാജു പറയാണ്, നെഹ്റുജു നമുക്ക് പുറപ്പെടാം, ഫിസ്സാഅത്തി താസിഅ, ഫിസ്സാഅത്ത് ടൈമാണ് അവിടെ പറയുന്നത്, അത്താസിഅ 9 മണിക്ക് പുറപ്പെടാം, സബാഹൻ രാവിലെ 9 മണിക്ക് നമുക്ക് പുറപ്പെടാം. തമീം, മുവാഫിഖ് ഓക്കെ, മുവാഫിഖ് എന്ന് അതിൻ്റെ നേരെ അർത്ഥം യോജിക്കുന്നു എന്നാണ്. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് ഓക്കെ. അങ്ങനെ അഹസ രാജു, അഹസ എടുത്തു, രാജു എടുത്തു, അത്തസ്കിറ ടിക്കറ്റ്, തസ്കിറ ടിക്കറ്റ്, വദഖല അവർ രണ്ടുപേരും പ്രവേശിച്ചു, ദഖല ഒരാൾ പ്രവേശിച്ചു എന്നാണ്, ദഖല രണ്ടുപേർ പ്രവേശിച്ചു, ഇലൽ മഅറദ് ആ പ്രദർശനത്തിലേക്ക്, ആ ഷോയിലേക്ക് പ്രവേശിച്ചു. തഅജ്ജബ തമീം, തഅജ്ജബ അത്ഭുതപ്പെട്ടു, തമീം അത്ഭുതപ്പെട്ടു, വഖാല എന്നിട്ട് അവൻ പറഞ്ഞു, അജീബ് മനാളിറു റായിഅത്തുൻ അത്ഭുതകരം, വണ്ടർഫുൾ, മനാളിറു കാഴ്ചകൾ, റായിഅത്തുൻ വളരെ ആകർഷണീയമാണ്, വളരെ നല്ല കാഴ്ചകൾ എന്ന് അവൻ പറഞ്ഞു.